ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ക്രിസ്മസ് റീത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു, ഞാനൊരു പെൻ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ആമസോണിൽ നിന്ന് പെൻ സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം വന്നു. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെൻ സ്റ്റാൻഡൊക്കെ കിട്ടി. ഇനിയും നമ്മൾ റീത്ത് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞാൻ ഓൾറെഡി കുറച്ച് ക്രിസ്മസ് ഡെക്കറിന് വേണ്ട ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. സോ ആ ഷോപ്പിംഗ് വ്ളോഗ് കണ്ടാൽ മനസ്സിലാകും. അതിൽ കുറച്ച് ഐറ്റംസ് ഞാൻ റീത്തിന് വേണ്ടിയും വാങ്ങിയിരുന്നു. അതുകൊണ്ട് അത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ എൻ്റെ ടേബിളൊക്കെ ഒന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നതാണ്. എനിക്കെപ്പോഴും അറേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്കെപ്പോഴും അതൊരു ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ വരുന്നതുകൊണ്ട് ഞാൻ അത് മിക്കവാറും അറേഞ്ച് ചെയ്യും. സോ ഇന്ന് ഞാൻ വീണ്ടും അറേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേബിളിൽ സ്പേസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ റീത്തിന് വേണ്ടിയുള്ള ആ ഗാർലൻഡും പിന്നെ ഗ്ലിറ്റർ പേപ്പർ വെച്ചാണ് ഞാൻ ബോ ഇതിൽ വെക്കുന്നുണ്ട്. സോ ഗ്ലിറ്റർ പേപ്പർ വെച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതും എടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ആ ബോക്സ് കണ്ടോ, ആ ഒരു കാർഡ്ബോർഡ് ബോക്സ്. ആ ബോക്സ് ശരിക്കും ഞങ്ങളിവിടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ റെഡ് ഗ്ലിറ്റർ പേപ്പറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഗ്ലിറ്റർ പേപ്പർ ഭയങ്കര ഹാർഡായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബോ അതിൽ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ എത്ര ഡിഫിക്കൽട്ടായിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തതെന്ന്. കാരണം ഇത് ഒട്ടും സ്റ്റിക്കാകാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഗ്ലൂവിൻ്റെ പ്രശ്നമായിരിക്കാം. ആൻഡ് ഞാൻ ഡബിൾ സൈഡ് ടേപ്പിട്ടും ശ്രമിക്കുന്നുണ്ട്, ബട്ട് അത് സ്റ്റിക്കാവുന്നില്ല. സോ ഞാൻ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ബോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അത് കഴിഞ്ഞ് ഞാൻ ആ കാർഡ്ബോർഡ് ബോക്സ് സർക്കിളായിട്ട് കട്ട് ചെയ്ത് ഷേപ്പിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം. പിന്നെ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റീത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബോയ്ക്ക് വേണ്ടി നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ക്രിസ്മസ് ആകാൻ വേണ്ടി അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. ബിക്കോസ് ഇപ്പോൾ തന്നെ ഒരു 10 ഡേയ്സും കൂടെ ഉള്ളൂ. ആൻഡ് ഞാൻ വളരെ ലേറ്റായിപ്പോയി ഈ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ ഭയങ്കര ലേറ്റായിപ്പോയി. ആക്ച്വലി എല്ലാവരും ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ബട്ട് ഞാൻ ഇപ്രാവശ്യം വളരെ ലേറ്റായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ന്യൂ ഇയറിന് മുമ്പും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇയർ അങ്ങനെയൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ന്യൂ ഇയറിന് വേണ്ടി. സോ ഈ ഒരു ടൈമിൽ ലാസ്റ്റ് ഇയറിൽ ഞാൻ കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതേ ഉള്ളൂ. സോ ഈ പ്രാവശ്യം അതിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് പുതിയൊരു ഇയർ സ്റ്റാർട്ടിങ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ന്യൂ ആയിട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ തവണ അതും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതും ക്രിസ്മസ് കഴിയുമ്പോഴത്തേനും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ എൻ്റെ ബോയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഞാൻ പേസ്റ്റ് ചെയ്യുവാണ്. സോ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതൊട്ടും സ്റ്റിക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഗ്ലൂ ഞാൻ കഴിഞ്ഞ കുറേ വ്ളോഗ്സായിട്ട് ഞാൻ ഗ്ലൂ മാറ്റണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഞാൻ മാറ്റിയില്ല. ഞാൻ മറന്നുപോയതാണ്. സോ അതുകൊണ്ടാണ് വേറെ ഗ്ലൂ വാങ്ങാൻ മറന്നുപോയി. ആൻഡ് ഈ ഗ്ലൂ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഫുൾ ഗ്ലിറ്റർ പേപ്പറിൻ്റെ ആ ഗ്ലിറ്ററൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് നോക്കി, അതിലെങ്കിലും ഗ്ലൂ പേസ്റ്റ് ആകുമോ, സ്റ്റിക്ക് ആകുമോ. അതും സ്റ്റിക്കാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഇട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ നോക്കി, ബട്ട് അതും വർക്കൗട്ടായില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബോ റെഡിയാക്കി. ഇപ്പോൾ ടേബിളൊന്ന് ക്ലീൻ ചെയ്യുവാണ്. ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പേരയ്ക്ക കൊണ്ടുവെക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ റീത്ത് മേക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഗാർലൻഡ് എല്ലാം സെറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് കാർഡ്ബോർഡ് ഒന്നുകൂടി നമ്മൾ സർക്കിള് ഡ്രോ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം. സോ സർക്കിൾ ഡ്രോ ചെയ്യാൻ എനിക്കത്ര ഞാൻ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനങ്ങ് ആ മിഡിൽ പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ഗാർലൻഡ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്.
നമ്മളിപ്പോൾ ഗാർലൻഡ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ബോ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. സോ ബോ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ബോ സ്റ്റിക്ക് ചെയ്യുന്നത്. ആൻഡ് ബോയുടെ അകത്തെ ആ ഒരു പ്രശ്നം കാരണം ഈ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതവിടെ നിൽക്കും. സോ അത് കാരണം അതും സെറ്റായി. അങ്ങനെ ഞാനിന്ന് പ്രിപ്പയർ ചെയ്ത ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് എൻ്റെ റൂമിൽ സ്റ്റിക്ക് ചെയ്യും. സോ അത് നിങ്ങൾ അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും. എൻ്റെ റൂം ഒന്ന് സെറ്റ് ചെയ്യുന്ന എന്തായാലും ഞാനൊരു വ്ളോഗ് അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അടുത്ത വ്ളോഗായിട്ട് വരും. ഇതാണ് എൻ്റെ ക്രിസ്മസ് റീത്ത്. സോ എല്ലാവർക്കും ഈ ക്രിസ്മസ് റീത്ത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇത് മേക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ബട്ട് കുറച്ച് നമ്മുടെ ഗ്ലൂവും കാര്യങ്ങളും ഒക്കെ ഒന്നും നല്ലതല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. അത് എൻ്റെ ഗ്ലൂയുടെ കുഴപ്പമായിരിക്കാം. ഞാൻ ഈ ചെയ്ത ക്രിസ്മസ് റീത്ത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തതാണ്. ആൻഡ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്രിസ്മസ് റീത്താണ്. സോ ആക്ച്വലി ടൈം കൺസ്യൂമിംഗ് ഒന്നും അല്ല. ആൻഡ് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഇപ്പോൾ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ ഞാൻ എൻ്റെ പേരയ്ക്ക ഫുള്ള് കഴിച്ചു തീർത്തു. സോ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.